ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി ചവ്വരിയും ബ്രെഡും വെച്ച് ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ചായ തിളക്കുന്ന സമയം മതി ഇതുണ്ടാക്കിയെടുക്കാൻ. അതിനായി ചവ്വരി 2 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് അതിലേക്ക് സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കഷ്ണം സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഒരു ചെറിയ ഇഞ്ചി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ്. എരിവില്ലാത്ത പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പില നന്നായി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്ത് വെള്ളത്തിലേക്ക് മുക്കി വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഈ ചവ്വരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബ്രെഡിൽ നിന്ന് വെള്ളം പരമാവധി കളയാൻ നോക്കണം. എന്നിട്ട് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ 3 ബ്രെഡും ചെയ്തെടുക്കാം. 3 ബ്രെഡും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബ്രെഡിൻ്റെ അളവ് ഇപ്പോൾ ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. നമ്മളൊരു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ബ്രെഡ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾക്ക് മിക്സാക്കി എടുക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു ബ്രെഡ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സാക്കി എടുക്കാം. കറക്റ്റ് പരുവം ഇങ്ങനെ ആയിരിക്കണം. ഒരു ഉരുളാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് ചവ്വരിയാണ്. ഇപ്പോൾ 1/4 കപ്പ് ചവ്വരിയുടെ അളവാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എല്ലാതും 4 ബ്രെഡാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ചവ്വരിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവും കൂട്ടുകയും കുറയ്ക്കുകയായിട്ട് ചെയ്യാം. ഇനി ഇതൊരു ഷേപ്പാക്കി എടുക്കാം. എന്നിട്ട് ഇത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പൊരിച്ചെടുക്കാൻ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഫ്ലെയിമിൻ്റെ അളവ് കറക്റ്റ് തന്നെ നോക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. എല്ലാതും ഷേപ്പാക്കി ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇട്ട പാടന്നെ ഇത് മറിച്ചിടരുത്, പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇതിട്ട് ഒന്ന് കളർ മാറി വരുമ്പോൾ മറിച്ചിടാം. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് മറിച്ചിടാം. കളർ ഇതേപോലെ ഒന്ന് മാറി വന്നാൽ മതി, മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ബ്രൗൺ നിറമാവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാം. ബ്രൗൺ നിറമായാൽ കോരി മാറ്റാം. ഈ ഒരു കളർ ആയാൽ മതി. ഇനി ഇതിൽ നിന്ന് കോരി മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് പൊരിച്ചെടുക്കണം. ഇതേപോലെ തന്നെ എല്ലാതും പൊരിച്ചെടുക്കാം. 1/4 കപ്പ് പച്ചരിയിട്ട് 11 എണ്ണം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. ചായക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ ഒരു പലഹാരമാണിത്. എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.